നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ജനാധിപത്യം തകർക്കപ്പെട്ടിരിക്കുന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന പ്രാണരക്ഷാർത്ഥം ഓടി ഇന്ത്യയിലെത്തുകയും പിന്നീട് ഇവിടെ നിന്ന് UK പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പറയുന്നു. ഇവിടെ ഉണ്ടെന്നും ഇവിടെ നിന്ന് പോയെന്നുമൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും പലരും ഇപ്പോഴാണ് ബംഗ്ലാദേശിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ സംസാരിച്ചു തുടങ്ങുന്നത്. മുൻപേ തന്നെ അവിടെ പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. 2018 വിദ്യാർത്ഥികൾ അന്ന് ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നു. പക്ഷേ ആ പ്രക്ഷോഭം പതുക്കെ കെട്ടടങ്ങുകയുണ്ടായി. എന്നാൽ ഇത്തവണ ഷെയ്ഖ് ഹസീനയുടെ ചില മർക്കട മുഷ്ടിയും അവരുടെ വായിൽ നിന്ന് വന്ന ചില പരാമർശങ്ങളൊക്കെയാണ് ഈ സമരം ഈ പരുവത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ന്യായമുള്ള ഒരു സമരം തന്നെയായിരുന്നു. അതായത് ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവും ബംഗ്ലാദേശ് സ്ഥാപക നേതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സർക്കാരിൽ ഉന്നത ജോലികളിൽ സംവരണം ഏർപ്പെടുത്തിയതാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ മൂല കാരണം. അതൊക്കെ വർഷങ്ങളായി ഈ നിയമമുണ്ട്. പക്ഷേ ഈ 2018 അതിനെതിരെ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് സമരത്തിനിറങ്ങുന്നത്. അത് ഒരു വല്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു സംവരണ രീതിയാണ്. അതായത് മെറിറ്റ് ഉള്ളവർക്ക് വെറും 44% മാത്രമാണ് അതിൽ നീക്കിവെച്ചിരിക്കുന്നത്. മെറിറ്റ് അതായത് യോഗ്യത ഉള്ളവർക്ക് വെറും 44%. ബാക്കി 56% സംവരണമാണ്. ആ സംവരണത്തിൽ വളരെ വിചിത്രമാണ്. 30% ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ പറയുമ്പോൾ വിമോചന യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ല അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആഗസ്റ്റ് 15, 1947. ഒരു ദിവസം മുമ്പ് പാകിസ്ഥാന് കിട്ടി. ആ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഈ ബംഗ്ലാദേശ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വിമോചന സമര യുദ്ധം എന്ന് പറയുന്നത് 1971 പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് അവർ ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാജ്യം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അന്ന് അതിലുണ്ടായിരുന്ന ഈ വിമോചന സമര സേനാനികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സംവരണമാക്കിയത്. അതും ഒരു മാനദണ്ഡമില്ലാത്ത രീതിയിൽ 30%. പിന്നീടൊരു 10% സ്ത്രീകൾക്ക്, അടുത്തൊരു 10% ഈ ജനസംഖ്യാ അനുപാതികമായിട്ട് ജില്ലകൾക്ക്, ഇപ്പോൾ തന്നെ 50ആയി. പിന്നീട് ഒരു 5%, കേവലം വെറും 5% മാത്രമാണ് ഈ വംശീയ ന്യൂനപക്ഷങ്ങൾക്കുള്ള, അതായത് അവിടെയുള്ള ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ തുടങ്ങിയവരൊക്കെ. ഇനി 1%, ബാക്കി വരുന്ന 1% അംഗപരിമിതരായിട്ടുള്ളവർക്കാണ്. അങ്ങനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംവരണ സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 30% ഈ സ്വാതന്ത്ര്യ സമര, അതായത് അവരുടെ വിമോചന സമര സേനാനികളുടെ മക്കൾക്കെന്നുള്ളത്. അപ്പോൾ 56% ഈ പല രീതിയിലുള്ള സംവരണത്തിൽ തന്നെ പോകുന്നു. പിന്നീട് ബാക്കിയുള്ളത് 44% മാത്രമാണ് മെറിറ്റ് സീറ്റ് വരുന്നത്. അപ്പോൾ ന്യായമാണ് അവരുടെ സമരം. പക്ഷേ ഈ സമരത്തിൽ, വിദ്യാർത്ഥി സമരത്തിൽ മറ്റ് ബാഹ്യശക്തികൾ കടന്നുകൂടിയതുകൊണ്ടാണ് ഇപ്പോൾ അത് ഈ പരുവത്തിലേക്ക് പോയത്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളാകുമ്പോൾ അവരെ സമരക്കാർ നേരിടുന്ന ഒരു രീതിയുണ്ട്. മറ്റു മുതിർന്നവരെ പോലെ ഒരുപക്ഷെ നേരിടണം എന്നില്ല. പക്ഷേ മറ്റുള്ള ബാഹ്യശക്തികൾ അതിനകത്ത് കയറുമ്പോൾ ഈ സമരത്തിൻ്റെ രൂപം മാറും, ഭാവം മാറും, പ്രതിഷേധിക്കുന്നതും ആ രീതിയിലാവും. അങ്ങനെ ഏതാണ്ട് 200-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളും അല്ലാത്തവരും കൊല്ലപ്പെട്ട ഇപ്പോൾ നമ്മൾ കാണുന്ന അത്ര ഗൗരവമേറിയ ഒരു സംഭവം നടക്കാൻ മാത്രം അവിടെ പ്രശ്നങ്ങൾ വഷളായിപ്പോയി. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ സൈന്യത്തിന് തന്നെ മനസ്സിലായി ജനവികാരം അത്രയേറെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെ സൈന്യമല്ല ഈ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ളത്. മതപരമായിട്ടുള്ള കടുത്ത വിശ്വാസികളായിട്ടുള്ളവരും ആ സൈന്യത്തിനകത്ത് കാണും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യസ്നേഹമാണ് ഏറ്റവും, രാജ്യ സംരക്ഷണമാണ് ഏറ്റവും. അവർ ഇങ്ങനെ രാഷ്ട്രീയത്തിലോ പൊളിറ്റിക്സിലോ ഒന്നും അവർ താല്പര്യമുള്ളവരല്ല. ആര് ഭരിച്ചാലും അത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങളുടെ ജോലി രാജ്യത്തെ കാക്കുക, ജനങ്ങളെ കാക്കുക എന്നാണ്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് പണി ചെയ്യുന്നവരല്ല നമ്മുടെ പട്ടാളക്കാർ. അതാണ് ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇവിടെ ഏതെങ്കിലും സമരക്കാരോ അല്ലെങ്കിൽ ഇതേപോലെ കർഷക സമരം എന്ന് പറഞ്ഞിറങ്ങിയാലോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരം എന്ന് പറഞ്ഞിറങ്ങിയാലോ പട്ടാളത്തിൻ്റെ ഒരു വിഭാഗം ആളുകൾ അവരുടെ കൂടെയൊന്നും കൂടത്തൊന്നുമില്ല. അവർക്ക് ഒരു കിട്ടുന്നൊരു കമാൻഡുണ്ട്, അല്ലെങ്കിൽ ഭരണകൂടം കൊടുക്കുന്ന ആ ഉത്തരവുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അവിടെയൊക്കെ അങ്ങനെയല്ല. അവിടെ ഈ വിദ്യാർത്ഥികളുടെ കൂടെ കൂടാനും പട്ടാളക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരം, അവരുടെ വസതിയൊക്കെ അതിക്രമിച്ച് കയറാനും അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനും അവർക്ക് സാധിച്ചത്. അല്ലാതെ പട്ടാളക്കാരുടെ ഒന്നും അനുമതി ഇല്ലാതെ അതൊന്നും സാധ്യമല്ല. അപ്പോൾ പട്ടാളത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ ഈ സമരക്കാരുടെ കൂടെ കൂടി എന്നാണ് മനസ്സിലാക്കാണ്ട്. അങ്ങനെ പട്ടാളം തന്നെ ഒടുവിൽ ഈ ഷെയ്ഖ് ഹസീനയെ പിടിക്കുമെന്നായപ്പോഴാണ് അവർ പിടിക്കപ്പെട്ടാൽ പട്ടാളത്തിൻ്റെ കയ്യിലല്ലാതെ ഈ സമരക്കാരുടെ കയ്യിലെങ്ങാനും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ തീർന്നു. അപ്പോൾ
അവരെ അവിടെ നിന്ന് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയൊക്കെ ചേർന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്ന് പറയുന്നത്. അഥവാ ചെയ്താലും അവരാരും അത് ഒരിക്കലും തുറന്ന് സമ്മതിക്കാൻ പോകുന്നില്ല. നമ്മൾ മാത്രമല്ല, ലോകത്ത് ഇതുപോലുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് അവരുടെയൊക്കെ രഹസ്യാന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത് ഒന്നും അവർ പറയാറില്ല. ഇങ്ങനെ മാധ്യമപ്രവർത്തകരും മറ്റുള്ളൊരു വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ ഒരു ഊഹാപോഹം വെച്ചിട്ട് അങ്ങ് പറയത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ പലർക്കും അറിയില്ല എന്തിനായിരുന്നു അവിടെ ഇങ്ങനൊരു സമരം നടന്നതെന്നും അത് ഏത് രൂപത്തിൽ പോയെന്നും. കുറേ നാളുകൾക്ക് മുമ്പ് അവിടെ ജമാഅത്തെ ഇസ്ലാമിനെ ഈ ഷെയ്ഖ് ഹസീന നിരോധിച്ചിരുന്നു. ജമാഅത്ത് ഇസ്ലാമി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്ന ആ ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അവരെ അവിടെ നിരോധിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ടും നിരോധിച്ചു കഴിഞ്ഞാലും അവർ ഇത്തരം ഈ സമരങ്ങളിലൊക്കെ നുഴഞ്ഞു കയറും. നമുക്കറിയാം, നമ്മുടെ ഇവിടെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള നടന്ന പല സമരങ്ങളിലും ആ സമരക്കാർ മാത്രമായിരുന്നില്ല, പുറത്തുനിന്ന് ഭാഗ്യശക്തികൾ അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇവിടെ ആ സമരമെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ മതം, തീർച്ചയായിട്ടും മതം ജനങ്ങളെ സ്വാധീനിക്കുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാൻ പോലുള്ള സ്ഥലങ്ങളിൽ ജനാധിപത്യത്തിനൊക്കെ ചിലപ്പോൾ ഒരൊറ്റ രാത്രിയുടെ വില മാത്രമേ കാണൂ. അതെപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തകരാം. അപ്പോൾ അത്തരം ചില രാജ്യങ്ങളെയൊക്കെ നമ്മളെ കാണിച്ചുകൊണ്ട് ആ രാജ്യങ്ങളിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് കണ്ടാൽ നമ്മളെക്കാളും മികച്ചതാണ്, അവിടെ പട്ടിണി സൂചിയെ നമ്മളെക്കാളും മികച്ചതാണ് എന്നൊക്കെ ഇതുവരെ തള്ളിമറിച്ചുകൊണ്ടിരുന്നവർ ഇനിയെങ്കിലും സത്യം പറയാൻ തയ്യാറാവണം. നമ്മുടെ രാജ്യമൊന്നും ഇവരുമായിട്ടൊന്നും യാതൊരു രീതിയിലും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളെവിടെ കിടക്കുന്നു, ഇവരെവിടെ കിടക്കുന്നു.